2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വാർത്തയാണിത്. ഈ സ്ത്രീ ഡോക്ടർ ഫിൽ ഷോയിൽ അപ്പിയർ ചെയ്ത ഒരു കേസാണ്. ഇതേപോലത്തെ മറ്റൊരു വാർത്ത കൂടി നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ഈ ഫീമെയിലിൻ്റെ കേസിൽ തന്നെ അവരിൽ പ്രഗ്നൻസി ടെസ്റ്റുകളെല്ലാം നടത്തുന്നുണ്ട്. അതെല്ലാം നെഗറ്റീവാണ്. പക്ഷേ വയറ് വലുതാവുന്നുണ്ട്. വയറിൽ കുട്ടികളുടെ അനക്കം അറിയുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് ഒന്നുകിൽ മ്യൂസിനസ് സിസ്റ്റ് ഓഫ് ഓവറി ആയിരിക്കും. സാധാരണ നമ്മുടെ ഓവറി അണ്ഡാശയം എത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ എങ്കിലും അതിനകത്ത് സിസ്റ്റ് ഡെവലപ്പ് ചെയ്താലും ക്യാൻസറിലൊക്കെ അത് വലുതായി 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 ഇത്ര വലിപ്പമൊക്കെ ആവാം. അപ്പോൾ നമ്മുടെ വയറും അതിനനുസരിച്ച് വലുതാവും. അല്ലെങ്കിൽ ഗർഭാശയത്തിൽ മുഴയുണ്ടാകുന്ന കേസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, ആ കേസിലും വയറ് വലുതായിട്ട് വരും. ഇനി ആ സ്ത്രീക്ക് എങ്ങനെയാണ് കുട്ടികൾ അനങ്ങുന്ന പോലെ തോന്നുന്നത്? അതിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. സൈക്കാട്രിയിൽ നമ്മൾ പല പേഷ്യൻസിനെയും കാണാറുണ്ട്. തലയിലൂടെ പാമ്പരിക്കുന്നുണ്ട് തലക്കുള്ളിലൂടെ. ഒരു കേസ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പേഷ്യൻ്റ് പറഞ്ഞത് വയറിന്നൊരു പാമ്പ് ഇങ്ങനെ കയറി വരും, എന്നിട്ട് അത് തലയിലൂടെ ചുറ്റി തിരിഞ്ഞ് വയറിലേക്ക് തന്നെ പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് രണ്ടും തെറ്റായ വാർത്തകളാണ്. ഇനി ഗൈസ്, നമ്മുടെ പ്രഗ്നൻസി സാധാരണ 37 ആഴ്ച മുതൽ 40 ആഴ്ച എന്നാ പറയാം, 42 ആഴ്ചയൊക്കെ മാക്സിമം പോവും. അതിനപ്പുറത്തേക്ക് പ്രഗ്നൻസി പോയി കഴിഞ്ഞാൽ എന്നിട്ടും കുട്ടിയെ പ്രസവിച്ചില്ല എങ്കിൽ കുട്ടിക്ക് ബ്ലഡും ന്യൂട്രിയൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഒക്കെ റിഗ്രസ് ആവാൻ തുടങ്ങും. അങ്ങനെ കുട്ടിക്ക് ന്യൂട്രിയൻസും മറ്റൊന്നും കിട്ടാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈവൻ കുറച്ചും കൂടെ കുറേ സമയം ഈ പ്രഗ്നൻസി ഇങ്ങനെ കുറേ ദിവസങ്ങളിലേക്ക് കൂടെ നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രസവിച്ചില്ല എങ്കിൽ കുട്ടി മരിച്ചു പോകാൻ വരെ കാരണമാവും എന്നുള്ളതാണ്.